SDP എന്ന് പറയുന്ന സംഘടനയെ വലിയ തരത്തിൽ ഇപ്പോൾ ഒരു നിരോധനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയും അവരുടെ ദേശീയ അധ്യക്ഷനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ED അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിഷയമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും തിടുക്കപ്പെട്ട് ഈ ഒരു സമയത്ത് ഇവരെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയി നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ല് ഈ മാർച്ച് മാസത്തിൽ പാസ്സാവാൻ പോവുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ വൃത്തികെട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കാര്യം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിലടക്കം ഇത് വലിയ തരത്തിൽ ഇവിടെയുള്ള ഒരു കൂട്ടം ജനങ്ങളെ ബാധിച്ച വിഷയമാണ്. ആ വിഷയമാണ് വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഒരേ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞത്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു കിരാത നിയമമാണ്. ആ കിരാത നിയമത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ പ്രവർത്തന സംവിധാനങ്ങൾ, അവരുടെ സ്വതന്ത്രമായിട്ടുള്ള വിഷയങ്ങൾ ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് പറയുകയും ഇതിനെതിരെ നടപടിയെടുക്കുകയും മുനമ്പത്തെ അടക്കമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയ സമയത്ത് ആ സമയം മുതൽക്കേ തന്നെ ഇവർക്കറിയാമായിരുന്നു ഈ ബില്ല് പാസ്സാക്കാൻ BJP പോവുകയാണ്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരുപാട് പണമെല്ലാം സ്വരൂപിച്ച് നമ്മുടെ രാജ്യത്ത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം നടപ്പിലാക്കണമെന്ന്. അതെന്താണ് ആ ലക്ഷ്യം? കലാപം, സംഘർഷം ഉണ്ടാക്കുക, പല സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDP തീരുമാനിച്ചു വെച്ചിരുന്നത്. ഈ തീരുമാനത്തെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പൊളിച്ചടുക്കിയത്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. കാരണം അതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ രാജ്യത്ത് ഇതിന് മുന്നോടിയായിട്ടുണ്ടായിട്ടുണ്ട്. 2020 കൃത്യമായിട്ട് പാർലമെന്റിൽ ഒരേ ഒരു ബില്ല് പാസ്സാക്കിയതേ ഓർമ്മയുള്ളൂ നമ്മുടെ രാജ്യത്തിന്. അത് പൗരത്വ ഭേദഗതി ബില്ലാണ്. പൗരത്വ ഭേദഗതി ബില്ല് ഇവിടുത്തെ മുസ്ലിം സമൂഹമായിട്ടോ ഒന്നും, അല്ലെങ്കിൽ ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു പരിപാടിയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്ന, ഈ രാജ്യങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്ന ജനങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം മാത്രം എന്നുള്ള തരത്തിലേക്കായിരുന്നു ആ ബില്ല് പാസ്സായത്. ഈ ബില്ല് പാസ്സായപ്പോൾ തന്നെ തെറ്റിദ്ധാരണകൾ പരത്തി നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായിട്ടും കശ്മീരിലെയും അസമിലെയും എല്ലാം, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ എല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന വലിയ തരത്തിലുള്ള കാര്യങ്ങളാണ്. തങ്ങളിവിടെ ഇനി ജീവിക്കണമെങ്കിൽ മുതുമുത്തശ്ശന്മാരുടെ വരെ അഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ വരെ ഡീറ്റെയിൽസ് സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കണം. അതിൻ്റെ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇവിടെ BJP നടത്താൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി, വർഗീയ പ്രചരണം ഉണ്ടാക്കി, സംഘടനാപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കി, സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാക്കി, പൊതുസമൂഹത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിക്കുന്ന തരത്തിലേക്ക് വളരെ രീതിയിൽ ഐക്യത്തോടു കൂടി താമസിക്കുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് പൂർണ്ണമായിട്ടും ഇവിടെ ഒരു കലാപത്തിന്റെ ഒരു കൊടുമുടി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദികൾ അന്ന് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ കലാപം ഉണ്ടായിട്ടുണ്ടോ? ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം മാത്രമാണോ നടന്നത്? കലാപം ഉണ്ടായിട്ടുണ്ടോ? കലാപം ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കലാപം ഏതാണ് നടന്നത്? അത് കർണാടകയിൽ മംഗലാപുരത്ത് നടന്ന കലാപമാണ്. ഒരു ദിവസം മുഴുവനും രാവിലെ പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവന്മാര് തെരുവോരങ്ങളിൽ ഇറങ്ങിയിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP-യുടെയും പ്രവർത്തകർ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് മംഗലാപുരത്ത് നടത്തിയത്. അത് എവിടെയാണ്, ആരെയാണ് ആക്രമിച്ചത്? അവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ കട അല്ലെങ്കിൽ ഹിന്ദു സ്ഥാപനങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന പരിപാടിയാണ് ഈ ജിഹാദി ഭീകരവാദികൾ നടത്തിയത്. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കും കർണാടകയിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ? അവിടെ മതവിഭാഗങ്ങൾ, ഇരു മതവിഭാഗങ്ങൾ തമ്മിലൊരു വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇത് തന്നെ ഇവർ ഉത്തർപ്രദേശിൽ പല സ്ഥലങ്ങളിൽ നടത്തി. ഇവരിത് തന്നെ പശ്ചിമ ബംഗാളിൽ പല സ്ഥലങ്ങളിലും, കൊൽക്കത്തയിൽ അടക്കം നടത്തി. പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടത്. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇന്ത്യയുടെ റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട 56 റെയിൽവേ സ്റ്റേഷനുകളാണ് അവർ തീയിട്ടത്. അപ്പം ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകൾ അവർ എന്താണോ ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അതിനുള്ള വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം അത് ഇപ്പോഴും അവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് തന്നെയാണ് SDP എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ മാർച്ച് മാസത്തിൽ
ഈ രാജ്യത്ത് പാസ്സാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ബില്ലായിട്ടുള്ള വഖഫ് ബോർഡിനെതിരെയുള്ള ബില്ല്, ഈ വഖഫ് ബോർഡിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഇല്ലാതെയാകും. അവർക്ക് പ്രത്യേക അധികാരങ്ങളൊന്നും ഉണ്ടാകില്ല. ഇതാണ് ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇവന്മാരുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇവരെ ഇപ്പോൾ ഇങ്ങനെ ലോക്കാക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളുടെ പൂർവികരായിട്ട് വർഷങ്ങളായിട്ട് ജീവിച്ചു പോരുന്ന ഭൂമി ഇവർ ഒറ്റയടിക്ക് വന്ന് പറയുകയാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന്. അവരുടെ ഒരു സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമാണ്, അല്ലെങ്കിൽ അവരുടെ ഉറപ്പായിട്ട് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് കുറച്ചും കുറേ ഭൂമികൾ ഞങ്ങളുടേതാകാൻ സാധ്യതയുള്ള ഭൂമികളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള ലിസ്റ്റുമാണ് ഒരു പുറത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്. നമ്മുടെ സുപ്രീം കോടതിയും അതോടൊപ്പം തന്നെ പാർലമെന്റും പോലെ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഈ വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ള നേതാക്കന്മാർ വഖഫ് ബോർഡിനുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കണം എത്രത്തോളം വലിയ രീതിയിലുള്ള ഭീകരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഉമ്മാർ നടത്തുന്നത്. അതിനോട് അവസാനമായിട്ട് ഉമ്മാർ പറഞ്ഞൊരു ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് എന്ന് പറയുന്ന പ്രദേശം വഖഫ് ബോർഡിന്റെ ആണെന്ന് ഉമ്മാർ പറഞ്ഞില്ലേ. അപ്പൊ ഇതുപോലെയുള്ള രാജ്യത്തിന്റെ അകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരുപാട് ഭീകരവാദ സ്വഭാവമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നത്. അപ്പൊ വഖഫ് ബോർഡ് ബില്ല് നമ്മുടെ രാജ്യത്ത് പാസ്സാക്കി ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന സമയത്ത് വരാനിരിക്കുന്ന ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊടിയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും കലാപ ആഹ്വാനങ്ങളും ഈ ഭീകരവാദികൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇരുന്നു കൊണ്ട് ചെയ്തേനെ. അതിനുള്ള ഒരു കൂച്ചുവിലങ്ങാണ് യഥാർത്ഥത്തിൽ MK ഫൈസി എന്ന് പറയുന്ന SDP ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഭീകരവാദികൾ നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ തരത്തിൽ സാമ്പത്തികം സ്വരൂപിച്ച് ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ ഈ ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയത്. ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ആഹ്ലാദിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിലെ ദേശീയവാദികളായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഈ വിധ സംഘടനകളുടെ സ്വഭാവമെന്നും ഇവരുടെ ലക്ഷ്യം എന്താണെന്നും. ഇതിലെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ ആളുകളെ പോലും പൊതുജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പണം കൊടുത്ത് വിലക്ക് വാങ്ങുക എന്നുള്ള കലാപരിപാടി ഒമാര് നടത്തിയിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടാണ് യഥാർത്ഥത്തിൽ SDP സ്ഥാനാർത്ഥികളെ പോലും നമ്മുടെ ഈ രാജ്യത്ത് നിശ്ചയിച്ചിരുന്നത്. SDP പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ട് സാമ്പത്തികം ഇറക്കുന്നതും എല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ടാണ്. അപ്പോൾ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യത്ത് നിലനിർത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ എത്രത്തോളം വലിയ രീതിയിലെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോയേനെ. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിലപാട്. അത് കൃത്യമായിരുന്നെന്നും ആ നിലപാടുകൾ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള വിഷയമാണെന്നും സുരക്ഷയാണ് ഒരു രാഷ്ട്രത്തിന്റെ ആദ്യത്തെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം എന്നുള്ളത് തർക്കമില്ല. അതാണ് BJP ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി സമയത്ത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടായിട്ടും അതിനെയൊക്കെ കവർ ചെയ്ത് പോരാനായിട്ട് നമ്മൾക്ക് സാധിച്ചത്. കൂട്ടത്തിൽ ഈ പൗരത്വ ഭേദഗതി ബില്ല് നടത്തിയ സമയത്ത് എങ്ങനെയാണ് അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്, അതേ സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ ഈ പറയുന്ന വഖഫ് ബോർഡ് ബില്ല് മാർച്ച് മാസത്തിൽ പാസ്സാകുന്ന സമയത്ത് ഇവന്മാർ നടപ്പിലാക്കിയതിന് അതിലൊരു തർക്കവുമില്ല.